ഗുഡ് മോർണിംഗ് ആൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൗ ഓക്സിജൻ ടു ദി സെൽസ് എന്ന് പറഞ്ഞു അല്ലേ. ടുഡേ വി ഹാവ് ടു സ്റ്റഡി ടു റിലീസ് എനർജി. ഹൗ ഡസ് ഓക്സിജൻ ദാറ്റ് റീച്ചസ് സെൽസ് ഹെൽപ്സ് ഇൻ റിലീസിങ് എനർജി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്റർ ഒരു എനർജി റിലേറ്റഡ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെയാണ് ഓക്സിജൻ സെല്ലിലേക്ക് എത്തുന്നത്. ഇനി ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സെൽസിലെത്തിയിട്ടുള്ള ഈ ഓക്സിജൻ എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം എനർജി ഈസ് റിലീസ്ഡ് മെയിൻലി ഫ്രം ഗ്ലൂക്കോസ്. അല്ലേ, ഗ്ലൂക്കോസ് ആണ് എനർജിയുടെ സോഴ്സ് നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ എനർജി ഈസ് റിലീസ്ഡ് മെയിൻലി ഫ്രം ഗ്ലൂക്കോസ്. ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ സെൽസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. വെറും റെസ്പിറേഷൻ അല്ല, സെല്ലുലാർ റെസ്പിറേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? യെസ്, ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസിനകത്തിരിക്കുന്ന എനർജി റിലീസ് ചെയ്യണം അല്ലേ. ആ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. സോ അണ്ടർലൈൻ ദ ടേം സെല്ലുലാർ റെസ്പിറേഷൻ. ഇനി ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 steps. Cellular respiration occurs in 2 steps. They are glycolysis and Krebs cycle. Glycolysis and Krebs cycle. നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഗ്ലൈക്കോളിസും ഈ ക്രെബ്സ് സൈക്കിളൊക്കെ ഓരോ സ്റ്റെപ്സ് കൂടുന്തോറും മീൻസ് ഓരോ ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഒരു ചാപ്റ്ററായിട്ടൊക്കെ പഠിക്കാനുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ക്രെബ്സ് സൈക്കിളും ഗ്ലൈക്കോളിസും. നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ കാണുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. സോ ലെറ്റസ് ചെക്ക് വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. ഫസ്റ്റ്, cellular respiration stages. First one, glycolysis. The first phase in cellular respiration. So glycolysis is the first stage in cellular respiration. Glucose is converted into pyruvic acid. Here the glucose is converted into pyruvic acid. Please underline the term pyruvic acid. 2 ATP molecules are produced. You know that ATP is the energy currency of the cell. ATP, adenosine triphosphate. So ATP is the energy currency. Paisa energy currency of the cell. So by the process of glycolysis, 2 ATP molecules are produced. Then this process occurs in the cytoplasm. And where does the glycolysis occur, or the main spot? Yes, it is the cytoplasm. It does not require oxygen. അപ്പോൾ ഇതിനെന്താ ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. സോ ഒരു അനറോബിക് പ്രോസസ് ആണല്ലോ. ഇവിടെ എന്തെങ്കിലും ആവശ്യമില്ല, നമുക്ക് ഓക്സിജൻ ആവശ്യമില്ല. ആ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? യെസ്, ഗ്ലൈക്കോളിസിസ്. അവിടെ എത്ര ATP കിട്ടുന്നുണ്ട്? യെസ്, 2 molecules of ATP. ഇവിടെ എന്താ ആവശ്യമില്ല, നമുക്ക് ഓക്സിജൻ ആവശ്യമില്ല. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി ഗ്ലൈക്കോളിസിസ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ക്രെബ്സ് സൈക്കിൾ. ദ സെക്കൻഡ് ഫേസ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ദാറ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻ ദി മൈറ്റോകോൺട്രിയ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് അല്ലേ. എന്നാൽ സൈറ്റോപ്ലാസ്റ്റിനകത്തുള്ള മൈറ്റോകോൺട്രിയക്കകത്താണ് എന്ത് നടക്കുന്നത്? യെസ്, ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. Through a series of chemical changes, pyruvic acid is converted into carbon dioxide and water. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൈറുവിക് ആസിഡ് എന്നല്ലേ. ആ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുകയാണ്. 28 ATP molecules are produced. നേരത്തെ എത്ര ATP molecules ആയിരുന്നു? യെസ്, 2 ATP ആണെങ്കിൽ ഇവിടെ എത്ര ATP ആണ്? Yes, 28 ATP molecules are produced. It requires oxygen. ഇതൊരു ഓക്സിജൻ നീഡഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമില്ല. ഇവിടെ നിന്ന് എക്സാം ബേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഇതിൻ്റെ ഇക്വേഷൻസ് ചോദിക്കും. എന്തായിട്ട് മാറുന്ന ഇക്വേഷൻ ചോദിക്കും. എത്ര ATP molecules കിട്ടുന്നതെന്ന് ചോദിക്കും. പിന്നെ ഒരു കമ്പാരിസൺ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പാരിസൺ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഗ്ലൈക്കോളിസിസും ആൻഡ് ക്രെബ്സ് സൈക്കിൾ. ഇനി ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് ടേബിൾ 4.2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടേബിൾ 4.2 സെല്ലുലാർ റെസ്പിറേഷൻ. ഇറ്റ്സ് 2 phases, glycolysis and Krebs cycle. Parts were
സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്? ഗ്ലൈക്കോളിസ് എവിടെ നടക്കുന്നത്? അതെ, സൈറ്റോപ്ലാസം. വെറാസ് Krebs cycle takes place in the mitochondria. Need of oxygen. Glycolysis doesn't need oxygen and Krebs cycle needs oxygen. Number of ATP molecules produced. 2 ATP molecules in glycolysis and 28 ATP molecules in Krebs cycle. Products. Pyruvic acid ആണ് ഗ്ലൈക്കോളിസിൻ്റെ പ്രൊഡക്റ്റെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് Krebs സൈക്കിളിൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ആ ഒരു ഫ്ലോ ചാർട്ട്. ഡാഷ് പ്ലസ് ഡാഷ് സെല്ലുലാർ റെസ്പിറേഷൻ നടന്നിട്ട് എന്താ കിട്ടുന്നത് നമുക്ക്? പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? അതെ, പ്രൊഡക്ട്സ് നമുക്കറിയാം, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി എന്തൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ അല്ലേ? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഇനി നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. നിങ്ങളിപ്പോൾ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഇത് ഏതാണ്ടൊക്കെ ആരുമായിട്ട് കുറച്ച് റിലേഷൻസ് ഉണ്ട്? അതെ, നമ്മുടെ ഫോട്ടോസിന്തസിസുമായിട്ട് കുറച്ച് റിലേഷൻസ് ഈ ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പ്രോസസ്സിനെയും കമ്പയർ ചെയ്തിട്ട് ടേബിൾ 4.3 എന്ത് ചെയ്യണം? ഒന്ന് ഫില്ല് ചെയ്യണം. റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്.